ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹെയർ സ്റ്റൈൽ വീഡിയോ ആയിട്ടാണ്. ഇത് കൂടുതലും ചേരുന്നത് മീഡിയം ടു ലോങ് ഹെയർ ഉള്ളവർക്കാണ് ഇത് കൂടുതലും ചെയ്യുന്നത്. ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് ചെയ്യാം, പക്ഷെ കൂടുതലും ചേരുന്നത് മീഡിയം ടു ലോങ് ഹെയർ ഉള്ളവർക്കാണ്. ഇത് സിമ്പിൾ ആൻഡ് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. നമ്മുടെ സാരിയുടെ കൂടിയും സൽവാറിൻ്റെ കൂടിയൊക്കെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് സൈഡ് വായ്ച്ചലാണ് കേട്ടോ. സൈഡ് വായ്ച്ചലെടുത്ത് ഫ്രണ്ടിൽ നിന്ന് ഒരു ഭാഗം മുടിയെടുക്കുക. ഫ്രണ്ടിൽ നിന്ന് ഒരു സെക്ഷൻ ഓഫ് മുടി എടുത്തിട്ട് അത് ആദ്യം മുൻപിലേക്കാക്കി ഇട്ട് വയ്ക്കുക. അതിനുശേഷം ബാക്കിലുള്ള മുടി എല്ലാം തന്നെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളൊരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു ബാൻഡോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കുക. ആ മുടീനെ ഫുള്ളായിട്ട് കെട്ടി വയ്ക്കുക. ഇതേപോലെ നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടല്ലോ മുടി, അത് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആക്കി എടുത്ത് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? ആദ്യം ഒരു ഭാഗം എടുക്കുക, അതിനുശേഷം അത് ആദ്യം നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു സെക്ഷൻ എടുക്കുക. നമ്മൾ ഈ വകച്ചിൽ എടുത്ത അവിടുന്ന് മുതൽ നമ്മൾ ഈ ചെവിയുടെ എൻഡ് വരെയും നമ്മൾ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായി മുടിയെടുത്ത് ഇതിൽ കൂടെ നമ്മൾ ആദ്യം എടുത്ത മുടിയിൽ കൂടെ ജോയിൻ്റ് ചെയ്ത് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് ഈ ചെവിയുടെ അവിടം വരെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വോള്യം ഉള്ളതുപോലെയും നമ്മൾ ഫ്രണ്ടിൽ കാണാൻ നല്ല സ്റ്റൈലായിട്ടും നിൽക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. മുടി നന്നായി ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രണ്ടിലോട്ട് കുറച്ച് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ടിൽ നന്നായിട്ട് വോള്യം ഉള്ളതുപോലെ തോന്നിപ്പിക്കും. അതിനുശേഷം ഒരു മിനിറ്റ് നന്നായിട്ട് അങ്ങനെ ആവട്ടെ കേട്ടോ. കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മുടി ഉണ്ടല്ലോ, ബാലൻസ് വരുന്ന ഈ മുടി നമ്മുടെ ചെവിയുടെ സൈഡ് കൂടെ എടുത്തിട്ട് നമ്മൾ മുമ്പ് ബൺ ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ ഈ ബാലൻസ് വരുന്ന മുടി നന്നായിട്ട് ചുറ്റി കൊടുക്കുക. നമ്മുടെ ബണ്ണ് കാണാതിരിക്കുകയും ചെയ്യും, നന്നായിട്ട് ഭംഗിയായിട്ട് ടൈറ്റ് ചെയ്ത് നിൽക്കാനുമായിട്ട് നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. കണ്ടോ, നമ്മുടെ മുടി നമുക്ക് എത്രയാണോ മുടി ബാലൻസ് ഉള്ളത് ആ മുടി ഇതേപോലെ നന്നായിട്ട് ചുറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേണമെങ്കിൽ ഇവിടെ ഒരു സ്ലൈഡ് വെച്ചിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സ്ലൈഡൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഈ മുടിയുടെ ഉള്ളിൽ തന്നെ ഇപ്പം ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ല ടൈറ്റ് ഉണ്ടാവും കേട്ടോ, നല്ല ടൈറ്റായിട്ട് നിൽക്കും. അപ്പം ഞാൻ സ്ലൈഡൊന്നും എടുത്തില്ല, മുടിയുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ആക്കി വെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ മുടി ഓരോ ഭാഗമായിട്ട് നമ്മൾ എടുക്കുക. ഇതേപോലെ ഓരോ സെക്ഷൻ ആക്കി നമ്മൾ എടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം. മുകളിൽ നമ്മൾ ബൺ ചെയ്തതാണെങ്കിൽ താഴെ നമ്മൾ ബൺ ചെയ്യാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ലുക്ക് പോവും. ഞാൻ ആദ്യം ഇതേപോലെ റബ്ബറാണ് എടുത്തത്, പക്ഷെ എനിക്ക് ടൈറ്റായി നിൽക്കാത്തത് കാരണമാണ് ഞാൻ വീണ്ടും അവിടെ ബൺ ചെയ്ത് വെച്ചത് കേട്ടോ. താഴെ അങ്ങനെ ചെയ്യരുത്. ഇതേപോലെ നമുക്ക് ഈ റബ്ബർ ബാൻഡ് വെച്ച് നന്നായിട്ട് ഇങ്ങനെ സെക്ഷനാക്കി ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ, അതായത് നമ്മൾ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചതിന് ശേഷം ഒന്നും കൂടെ വരട്ടെ, അപ്പം ഞാൻ പറയുമെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ ആദ്യം ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. കണ്ടില്ലേ? റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ടതിന് ശേഷം രണ്ട് ചുറ്റിടുക കേട്ടോ. കുറച്ച് ടൈറ്റായി നിന്നാലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മുടെ മുടി ഇതേപോലെ നടു പാർട്ടീഷൻ എടുത്തിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് കണ്ടോ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ താഴെയുള്ള മുടിയൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ടിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഇങ്ങനെ വലിച്ചു കൊടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമ്മുടെ മുടി നല്ല പിരിപിരിപിരാന്ന് നല്ല ഭംഗിയായിട്ട് നല്ല വോള്യം ഉള്ളതുപോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സ്റ്റൈലിഷ് ലുക്കാണ് കേട്ടോ നമുക്ക് കിട്ടുക. നമ്മളിങ്ങനെ പ്ലെയിൻ ആയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടതാ കണ്ടില്ലേ, ഇതേപോലെ പ്ലെയിൻ ആയിട്ട് നമ്മൾ വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ ഉള്ളിൽക്കൂടെ ഇങ്ങനെ രണ്ടായിട്ട് റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം ഇങ്ങനെ രണ്ടായിട്ട് വകഞ്ഞ് ഉള്ളിൽക്കൂടെ മുടിയെടുത്ത് നമ്മുടെ മുടിയെല്ലാം ഉള്ളിൽക്കൂടെ എടുത്ത് വെളിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്തിട്ട് കുറച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ഇട്ടതിന് ശേഷം കുറച്ചിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിടക്കും കേട്ടോ.
കണ്ടില്ലേ, നമുക്ക് കൂടുതലും ഇങ്ങനെ തിന്നായിട്ടുള്ള ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വോളി ഉള്ളതുപോലെയും നല്ല സ്റ്റൈലായിട്ട് നിൽക്കാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്. നമുക്ക് എത്ര നീളമാണോ മുടി, നമ്മുടെ മുടി എത്ര നീളമാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ എടുത്ത് നമ്മളിങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടിയൊക്കെ കെട്ടാവില്ലേ, ജടയാവില്ലേ, അല്ലെങ്കിൽ പൊട്ടിപ്പോവില്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ ഒരിക്കലും ഇല്ല കേട്ടോ. നമ്മുടെ മുടി നമുക്ക് ജടയൊന്നും പിടിക്കില്ല. അതേപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് നിൽക്കും കേട്ടോ. അപ്പം ഞാനും ഇത് ചെയ്യണതിന് മുൻപായിട്ട് ഞാനും വിചാരിച്ചു ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്താൽ ചിലപ്പോൾ മുടി ജട പിടിച്ചാലോ എന്ന്. പക്ഷേ ഒരിക്കലും ഇല്ല. നന്നായിട്ട് നമുക്ക് ഈ റബ്ബർ ബാൻഡ് ഊരിയെടുക്കുമ്പോഴും നമുക്ക് മുടിയൊന്നും പൊട്ടാതെ തന്നെ നല്ല സൂപ്പറായിട്ട് നിൽക്കും കേട്ടോ. അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. എനിക്കത് തോന്നിയതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത്. അതിനുശേഷം നമ്മളെല്ലാം ഇങ്ങനെ ലാസ്റ്റ് വരെ ഇങ്ങനെ സെക്ഷൻ ബൈ സെക്ഷനായി എടുത്തതിന് ശേഷം ഇങ്ങനെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് എല്ലാം ശരിയാക്കിയതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ ഒന്നും കൂടെ മുടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വലിച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വലിച്ച് മുടി രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വോളി ഉള്ളതുപോലെ, വീണ്ടും കുറച്ചും കൂടുതലായിട്ട് വോളി ഉള്ളതുപോലെ നമുക്ക് തോന്നിപ്പിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക.